പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി പോർഷൻസ് ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് exactly 5 bulbs are defective, and it is given that e raised to minus 3 is 0.40498. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ 3% ഓഫ് ബൾബ്സ് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ കമ്പനി 100 ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ബൾബ് ഡിഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 1000 ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 30 ബൾബ്സ് ഡിഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ്, നമ്മളോട് അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പിൾ ഓഫ് 100 ബൾബ്സ്, ഒരു 100 ബൾബ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 100 ആണ് തന്നിരിക്കുന്നതെന്ന് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. n മീൻസ് 100, n എത്രയാണോ ബൾബ് എടുത്തിരിക്കുന്നത്, സാമ്പിൾ എടുത്തിരിക്കുന്നത്. ദെൻ p, പ്രോബിലിറ്റി ഓഫ് എ ഡിഫക്റ്റീവ് ബൾബ്, അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് 3/100, 0.03. 3% എന്ന് പറഞ്ഞാൽ 0.03 ആണ്. അപ്പോൾ ഡിഫക്റ്റീവ് ബൾബ് ആവാനുള്ള ചാൻസ് പി എന്ന് പറയുന്നത് 0.03 നമുക്ക് കിട്ടും. 3/100 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3% ഓഫ് ബൾബ് ആർ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3/100 ചെയ്ത അല്ലെങ്കിൽ 3% എന്ന് പറഞ്ഞാൽ 0.03 ആണ്. ദെൻ സിൻസ് പി ഈസ് സ്മാൾ ആൻഡ് എൻ ഈസ് ലാർജ്, വി ക്യാൻ അസ്യൂം ഇറ്റ് ഈസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എത്രയാണ്? 0.03 ആണ്. ചെറിയ ലെസ് എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ചെറിയ ലെസ് വാല്യൂ ആണ്. അതുകൊണ്ട് വി ക്യാൻ അസ്യൂം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിൽ e⁻³ എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് തരികയാണെങ്കിൽ അത് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. ദിസ് പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പി സ്മാൾ ആയതുകൊണ്ട് വെരി ലെസ് എമൗണ്ട് ആണ്, അല്ലെങ്കിൽ n ലാർജും പി സ്മാൾ ആയതുകൊണ്ട് വി ക്യാൻ അസ്യൂം ഇറ്റ് ഈസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ കാണുന്നത് NP, ആ സെയിം ഫോർമുല തന്നെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും മീൻ കാണാൻ വേണ്ടിയിട്ട്. m ഈസ് ഈക്വൽ ടു NP. n ഓൾറെഡി അറിയാം 100 ആണ്, p 0.03 ആണ്. അപ്പോൾ രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് m കിട്ടും, മീൻ കിട്ടും, ദാറ്റ് ഈസ് 3. അപ്പോൾ m കിട്ടി 3. ഇനി ജസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഫോർമുലയാണ്, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ് p ഓഫ് x ഈസ് ഈക്വൽ ടു e⁻m m⁻x ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ. ഓക്കെ, അവിടെ m കാൽക്കുലേറ്റ് ചെയ്തു, ഇറ്റ് ഈസ് 3. ഇനി x എന്ന് പറയുന്ന റിക്വയർഡ് പ്രോബിലിറ്റിയാണ്, ദാറ്റ് ഈസ് 5. 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് x ഈസ് 5. ദെൻ ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ. x ഫാക്ടോറിയൽ മീൻസ് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എങ്ങനെ കാണുന്നത്? ഇപ്പോൾ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ 5 മുതൽ 1 വരെ, 5 × 4 × 3 × 2 × 1. ഇപ്പോൾ 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 3 × 2 × 1 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക്. അതിൽ x എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ 5 ഫാക്ടോറിയൽ 5 × 4 × 3 × 2 × 1, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 120. ഇനി e⁻³ ഓരോന്നിനും വാല്യൂസ് കൊടുക്കാം. m 3 ആണ്, അപ്പോൾ e⁻³ ദെൻ m⁻x, ദാറ്റ് ഈസ് 3⁵ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. e⁻³ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.0498 എന്ന്. അപ്പോൾ അത് ജസ്റ്റ് വാല്യൂ അതിൽ പ്രൊവൈഡ് ചെയ്യുക. ഇൻറ്റു 3⁵, 3 × 3 × 3 × 3 × 3. അപ്പോൾ നമുക്ക് 243 വരും. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243. അപ്പോൾ 3⁵, 243 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 5 × 4 × 3 × 2 × 1, ദാറ്റ് ഈസ് 120. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ 0.0498 × 243 ഡിവൈഡ് ബൈ 120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.1008 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 100 ബൾബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.1008 ആയിരിക്കും വരുന്നത്. ഓക്കെ, സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ
e⁻³ ഡയറക്റ്റ്ലി തന്നതുകൊണ്ടാണ് നമുക്കിത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇനി ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഈ e⁻³ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫോർമുലയും സെയിം ആണ്. e⁻m ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ e⁻³ വാല്യൂ നമുക്കറിയില്ല. അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം e⁻m കാണാനുള്ളൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയാണ് e⁻m ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതിൽ e⁻m എത്രയെന്ന് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ എമ്മിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി തന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ e⁻³ നേരത്തെ തന്നതുകൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. ഇനി അത് തരാത്ത കേസസിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ e⁻m കാണാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു ലോഗ് e ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ m നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3 എന്ന് പറഞ്ഞിട്ട്, n ഇൻറ്റു p 3 ആണ് നമുക്ക് m കിട്ടിയിരുന്നത്. e⁻³ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു ലോഗ് e എന്ന് പറയുന്നത്. ഇനി m ഇറ്റ് ഈസ് 3, ദെൻ ലോഗ് e എന്ന് പറയുന്നൊരു ഫിക്സഡ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 0.4343. എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും വരുന്നത്. m എന്ന് പറയുന്നത് 3 ആണ്, ലോഗ് e എന്ന് പറയുന്നത് 0.4343. ഇപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു ലോഗ് e എന്ന് പറയുന്നത്. ഇനി e⁻m ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 3 ഇൻറ്റു 0.4343. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ 3 ആണ്, ലോഗ് e 0.4343 ആണ്. അത് എപ്പോഴും സെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ e⁻³ കാണാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 3 ഇൻറ്റു 0.4343. ഇനി അടുത്ത സ്റ്റെപ്പ് 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് ഈ 3നെയും 0.4343നെയും മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 1.3029 ആയിരിക്കും വരുന്നത്. ഇനി ഈ ആൻറ്റി ലോഗ് ഓഫ് 1.3029 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് ഈ വാല്യൂ ഞെക്കി കഴിഞ്ഞാൽ ഈ 1.3029 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ലോഗിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് e⁻³ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 20.08. ഇപ്പോൾ ഈ 20.08 എങ്ങനെ കിട്ടുന്നത്? സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് 1.3029 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 20.08 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 1 ഡിവൈഡഡ് ബൈ 20.08 ഈസ് ഈക്വൽ ടു 0.0498. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 0.0498 എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിവിടെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ e⁻³ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ e⁻m ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 0.0498 ഇൻറ്റു 3⁵ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 0.0498 ഇൻറ്റു 243 ഡിവൈഡഡ് ബൈ 120 ഇറ്റ് ഈസ് 0.1008. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ e⁻³ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വണ്ണിൽ നമ്മളത് കണ്ടുപിടിച്ചു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് നമ്മളതിൻ്റെ e⁻³ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ടാണത് സോൾവ് ചെയ്തത്. രണ്ടിലും സെയിം ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നു. സെക്കൻഡ് കേസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ടാണ്. ഇനി ഇപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും? നോർമൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇയുടെ വാല്യൂ e⁻³ e⁻² ഏത് ആണെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത പ്രോബ്ലത്തിൽ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇറ്റ് ഈസ് നോൺ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സെർട്ടൻ ഫാക്ടറി ദർ ആർ ഓൺ ആൻ ആവറേജ് ഓഫ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് പെർ മന്ത്. ഒരു കമ്പനിയിൽ ഓൺ ആൻ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഒരു മാസത്തിൽ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ, ഒരു വർഷത്തിൽ ദർ വിൽ ബി എക്സാക്ട്ലി 3 ആക്സിഡൻറ്റ്സ് ഇൻ എ മന്ത്. ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇപ്പോൾ 2021 അല്ലെങ്കിൽ 2020 ഒരു മാസത്തിൽ 3 ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയിൽ 4 ആക്സിഡൻറ്റ്സ് ഉണ്ടാവാറുണ്ട് ഓരോ മാസവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് ഇയർ എടുത്തിട്ട് അതിൽ ആ വർഷത്തിൽ
ഒരു മാസത്തിൽ 3 ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ഫോർമുല എന്താണ്? e⁻m ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ. അതിൽ m ആണ്. m കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ m എന്ന് പറയുന്നത് m കാണാൻ വേണ്ടിയിട്ട് NP ആണ് യൂസ് ചെയ്യേണ്ടത്. n നമുക്കറിയില്ല, എത്ര n എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 100 ബൾബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് n അറിയില്ല, PU അറിയില്ല. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ദർ ആർ ഓൺ ആൻ ആവറേജ്, സെക്കൻഡ് ലൈനിൽ ഓൺ ആൻ ആവറേജ് ഓഫ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. അപ്പോൾ m മീൻ ആയതുകൊണ്ട് ഇവിടെ ഓൺ ആൻ ആവറേജ് എന്ന് പറഞ്ഞിട്ട് 4 തന്നിട്ടുണ്ട്. അപ്പോൾ m ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ m is 4. ദെൻ x എന്ന് പറയുന്നത് റിക്വയർഡ് പ്രോബിലിറ്റി, അത് 3 ആണ്. 3 ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് 3ഉം m എന്ന് പറയുന്നത് 4ഉം. ഇനി നമ്മുടെ ഫോർമുലയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് e⁻m m⁻x ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ആൻഡ് e⁻m is equal to 1 ഡിവൈഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു log e. ഇപ്പോൾ e⁻m കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് 1 ഡിവൈഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു log e. കാരണം ഈ ക്വസ്റ്റ്യനിലും e⁻4ൻ്റെ വാല്യൂ തന്നിട്ടില്ല. m എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ e⁻4ൻ്റെ വാല്യൂ തന്നിട്ടില്ല. e⁻4ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വേഷനാണ് 1 ഡിവൈഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് m ഇൻറ്റു log e. ഓക്കെ, അവിടെ m എന്ന് പറയുന്നത് 4 ആണ്. log e ഒരു ഫിക്സഡ് വാല്യൂ ആണ് 0.4343. ദാറ്റ് ഈസ് e⁻4 is equal to 1 ഡിവൈഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 4 ഇൻറ്റു 0.4343. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 0.4343 ചെയ്യുന്ന സമയത്ത് 1 ഡിവൈഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 1.7372 ആയിരിക്കും വരുന്നത്. ഇനി നോർമലി നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻറ്റി ലോഗ് കാണാൻ പറ്റും. ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അൽഗോരിതം ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. നോർമലി ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും. അതിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലുണ്ടായിരിക്കും ആൻറ്റി ലോഗിൻ്റെ എല്ലാ വാല്യൂസും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ലോഗ് ഓഫ് 1.7372ൻ്റെ ആൻറ്റി ലോഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബുക്കിലെ ആൻറ്റി ലോഗിൻ്റെ പേജ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 1.7372 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 7372ലെ 73 എടുക്കുക. ആദ്യം 1.7372ലെ 73 എടുക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത നമ്പറും കൂടി എടുക്കുക, 737. ഇതിൽ 7 എന്ന് പറയുന്നത് ഈ റോയിൽ ടോപ്പിൽ നോക്കുക. ഓക്കെ, എന്നിട്ട് 0.73 എന്നുള്ളത് ഫസ്റ്റ് കോളത്തിൻ്റെ വാല്യൂസ് നോക്കുക. ഇവിടെ 0.5ലാണ് തുടങ്ങുന്നത്, 0.50, 0.51, 0.52 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ 0.73യുടെ നേരെ വരിക. എന്നിട്ട് 73 കഴിഞ്ഞ് അടുത്ത വാല്യൂ വരുന്നത് 7 ആണ്. ഇവിടെ 7 നോക്കാം. 0, 1, 2, 3, 4, 5, 7 ഓരോ കോളാണ്. ഇപ്പോൾ 7 കോളത്തിൻ്റെ താഴെ 0.73 ടച്ച് ചെയ്യുന്ന ലൈൻ നോക്കാം. അവിടെ വരുന്ന വാല്യൂ 5458 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെ താഴെ 0.73. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.7372ലെ 0.73 ആദ്യം എടുത്തു. അതിൻ്റെ 7ൽ വരുന്ന നെക്സ്റ്റ് വാല്യൂ 0.737. അപ്പോൾ 7ൽ വരുന്ന വാല്യൂ നോക്കി, അത് 5458 ആണ്. ഇനി ലാസ്റ്റത്തെ നമ്പറാണ് 7372ലെ 2 എന്ന് പറയുന്നത് മീൻ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മീൻ ഡിഫറൻസും 9 വരേണ്ട 1, 2, 3, 4, 5, 6, 7, 8, 9. അതിലെ മീൻ ഡിഫറൻസ് 2 ആണ് വരുന്നത്. കാരണം 7372 ആണ്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ താഴെ സെയിം 0.73യുടെ നേരെ വരുന്നത് 3 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്, 3. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 5458ൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5461 കിട്ടും. 5461 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 1.7372 ആണ്. അപ്പോൾ ഇതിൽ 1 ആണ്. അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യാം. 1 + 1 2. അപ്പോൾ ഇവിടെ 2.7372 ആണെങ്കിൽ 2 + 1 3. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 1 + 1 2. എന്നിട്ട് ആ 2 സ്ഥാനം നോക്കിയിട്ട് മാറ്റി ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, 5461 ആണ്. അപ്പോൾ 1 + 1 2 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 54.61 എന്ന് കിട്ടും. ഓക്കെ, 5461ൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്
റൈറ്റ് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 54.61 വരും. ഇനി e⁻⁻4 കാണാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡ് ബൈ 54.61 ചെയ്യുക സാധാ കാൽക്കുലേറ്ററിൽ. അപ്പോൾ നമുക്ക് 0.0183 എന്ന് കിട്ടും. ഓക്കെ, 1 ഡിവൈഡ് ബൈ 0.0183 കിട്ടും. ദാറ്റ് ഈസ് ഇനി ഇപ്പോൾ ഇത് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ 1.7372ൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും 0.0183 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് സാധാ ലോഗരിതം ടേബിൾ വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് അതിലങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. 3 ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് e⁻⁻4 ആൻഡ് 4⁻3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ e⁻⁻4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 0.0183 ഇൻറ്റു 4⁻3, 4 × 4 × 4, 4 × 4 16, 16 × 4 64 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ, 3 × 2 × 1 6 ആണ് വരിക. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.0183 ഇൻറ്റു 64 ഡിവൈഡ് ബൈ 6 ചെയ്യുന്ന സമയത്ത് 0.195 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.195 ആണ്.